ഓക്കെ, സമയം ഒരുപാടായി. വെളിയിൽ എന്തോന്നായോ എന്തോ. ഒരു മരം ഇവിടെ വളർന്നിട്ടുണ്ട്. എന്റെ വീട്ടിൽ ഒരുപാട് വളർന്നിട്ടുണ്ട്. ഇത് മിക്കവാറും ഞാൻ അതിൽ അടുക്കുമ്പോൾ തന്നെ ഈ ഒരു ഏരിയ മുഴുവൻ എനിക്ക് നിറയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരുപാട് സമയം കൊണ്ട് ഞാൻ ആ കുഴിക്കകത്ത് നിൽക്കുകയാണ്. അവസാനം ഇതെല്ലാം കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. 4ാമത്തെ എപ്പിസോഡിലെങ്കിലും എനിക്കിത് ഫുള്ളാക്കാൻ പറ്റിയില്ല. പറ്റിയില്ല, കുറച്ചും കൂടെ മതിയായിരുന്നു. കുഴപ്പമില്ല, 10 വീറ്റ് കിട്ടി. ഈ വീറ്റ് തന്നെ മതി എനിക്ക് 3 ബ്രെഡ് കൂടെ ഉണ്ടാക്കാൻ. അപ്പൊ എനിക്ക് ഇനി ഒരുപാട് ഫുഡ് കിട്ടിക്കോളും. പിന്നെ എന്റെ മരവും വളർന്നിരിക്കുന്നു, അതും വലിയ മരം. ഇന്ന് ഞാൻ ഈ ഒരു മരത്തിന്റെ ബാക്കിൽ നിന്നാണ് പോകാൻ പോകുന്നത്. എനിക്ക് ഇനി ഒരുപാട് മരം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കളി മുമ്പിലോട്ട് പോവുള്ളൂ. മരവും ഫുഡും, മരം മാത്രമല്ല മരവും ഫുഡും. അയ്യോ, ഇത് വളർന്ന ആ ഒരു ഗ്രാസിന്റെ മേലോട്ട് പോയി. ഞാൻ താഴോട്ട് സ്പ്രെഡ് ചെയ്യാൻ വെച്ച ഗ്രാസിന്റെ മേലോട്ട്. അങ്ങോട്ട് പോകരുതേ, ആ ഗ്രാസ് വേറെ യൂസിനുള്ളതാണ്. ലക്കിന് അതൊന്നും റീപ്ലേസ് ആയില്ല. പറഞ്ഞ ഗ്രാസ് ഏതോരെ ഇതുവരെ താഴോട്ട് എത്താറായി. ഇപ്പോഴങ്ങ് താഴോട്ട് എത്തിയില്ല, പക്ഷേ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് കറങ്ങി താഴോട്ട് പോകണം. അതിന് പതിയെ പോട്ടെ. അതിലോട്ട് ഞാൻ അധികം ഫോക്കസ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് ഇന്നത്തെ ജോലി താഴെ എന്റെ ബേസിനകത്താണ്. നമുക്കൊരു ട്രീ ഫാർം ഉണ്ടാക്കാൻ സമയമായി. ഈ ഒരു സ്റ്റിക്ക് കിട്ടുന്നൊന്നും കളയണ്ട. ഈ ഒരു വുഡെല്ലാം ഞാൻ ഫാർം ചെയ്യുന്നത് ഈ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ടൂൾസ് ഉണ്ടാക്കിയിട്ട് താഴത്തെ ജോലിയിൽ എനിക്ക് തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് സാപ്ലിംഗ് ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ താഴെ ആ ഒരു ഫാർം ഉണ്ടാക്കുമ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഈസി ആയനെ. ഇപ്പതാ എന്റെ കയ്യിൽ ടോട്ടല് 20 സാപ്ലിംഗ് ഉണ്ട്. ഇത് തന്നെ നമുക്ക് മതിയാവും. ഓക്കെ, ഇനി നമുക്ക് താഴോട്ടിറങ്ങിയിട്ട് നമ്മുടെ ട്രീ ഫാർമിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. മീനുക്കുട്ടി, നീ അവിടെ തന്നെ ഇരുന്നോ. താഴെ നമ്മുടെ ബേസിന്റെ പണി ഏകദേശം തീർത്തിട്ട് മാത്രമേ ഞാൻ നിന്നെ താഴോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. നീ ഇപ്പോഴത്തേക്ക് ഇവിടെ തന്നെ ഇരുന്നോ. ദൈവമേ, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഈ ഒരു ഗ്രാസ് പതിയെ സ്പ്രെഡായി അങ്ങ് താഴെ വരെങ്കിലും എത്രേ. നമുക്ക് നോക്കാം എത്ര സമയം എടുക്കുമെന്ന്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫാർം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? മേളിലിരിക്കുന്ന സെയിം പരിപാടി തന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്. അത് ലോട്ടറി അടിച്ച് ഇതൊരു സ്ലൈം ചങ്കാണ്. അപ്പൊ എനിക്ക് സ്ലൈം ഫാർം ഉണ്ടാക്കാൻ വലിയ പണിയില്ല. നമ്മുടെ ഈ ഒരു റവീൻ ഇരിക്കുന്നത് ഏതോ ഒരു സ്ലൈം ചങ്കിനകത്താണ്. അപ്പൊ ഞാൻ പിന്നീട് ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കി വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് 1-2 സ്ലൈമിനെ നമുക്ക് പ്രതീക്ഷിക്കാം. സൈഡ് ട്രാക്ക് അടിച്ച് പോകേണ്ട ട്രീ ഫാർം. അപ്പൊ ഞാൻ ഈ ഒരു ട്രീ ഫാർം മാത്രമല്ല, ഈ ഒരു വേൾഡിനകത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാ ഫാർം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഒരു ഏരിയ മുഴുവൻ എക്സ്ക്ലൂസീവ് ആയിട്ട് മാറ്റുന്നുണ്ട്. അതെവിടെ നിന്ന് കണ്ടുപിടിക്കുന്നതും അതെങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കോള്. ചുമ്മാ ഒരു കുഴി വെട്ടി അകത്തോട്ട് കയറിയിട്ട് വലിയൊരു ഹാള് പോലെ വെട്ടിയിട്ട് അതിനകത്തിന് കുറച്ച് മരം നട്ട് വെച്ചാൽ മതി. നമുക്ക് ആ ഒരു ട്രീ ഫാർം അങ്ങ് സെറ്റ് ആവും. പക്ഷേ പ്രശ്നം, നമ്മുടെ മേലത്തെ ഒരു വേൾഡ് പോലെയല്ല ഈ ഒരു കേവിനകത്ത്. ഇതിനകത്ത് സ്പേസ് എല്ലാം നല്ല കുറവാണ്. ഞാൻ വലിയൊരു ഹാളെല്ലാം അങ്ങനെ വെട്ടിവെച്ച് ആ ഒരു ട്രീ ഫാർം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഫാർം ഉണ്ടാക്കി അവിടെ സ്പേസ് ഒന്നും കാണൂല. സോ അതിനേക്കാൾ ഒരു ബെറ്റർ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ ടണൽ ഉണ്ടാക്കുന്നതാണ്, എന്റെ ഫാർമിംഗ് ടണൽ. ആ ടണലിൽ കൂടി ഞാൻ നടന്നു പോകുമ്പോൾ അതിന്റെ 2 സൈഡിലും ഞാൻ ഓരോരോ ചെറിയ ഫാർമെല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അതായിരിക്കും കുറച്ചും കൂടി കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അതെനിക്കിതാ ഇങ്ങോട്ട് വെച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ആൾറെഡി നമുക്കിതാ ഇതിന്റെ അടിയിലായിട്ടാണ് ആ ഒരു സ്പൈഡർ സ്പോണർ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ഫാർം ഈ ഒരു സൈഡിൽ തന്നെ വരും. അപ്പൊ അങ്ങോട്ട് തന്നെ ആ ഒരു ഫാർമിംഗ് കേവ് ഉണ്ടാക്കിയ കൊള്ളാന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പേര് സുധി. ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇരിക്കുന്നത് നമ്മുടെ ആ ഒരു സ്പോണർ. അപ്പൊ അതും കൂടി ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ നോക്കിയിട്ട് വേണം ഇതിനകത്ത് നമുക്ക് ആ ഒരു സംഭവം എല്ലാം ഉണ്ടാക്കി വെക്കാൻ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഏകദേശം ഇവിടെ ആയിട്ടാണ് ആ ഒരു സ്പോണർ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എന്തെങ്കിലും ബിൽഡ് ചെയ്ത് വെക്കാൻ നോക്കുമ്പോൾ അതിന്റെ മേളിൽ കൂടി എന്തെങ്കിലും വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് ഞാൻ അതിനെ ഫാർം ആക്കാൻ നോക്കുമ്പോൾ നല്ല പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇത്തിരി നീക്കിയിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കി വെക്കാം. അതായിരിക്കും നല്ലത്. ഈ ഒരു വെള്ളം ഒഴുകി വരുന്നത് സ്റ്റോപ്പ് ചെയ്യണമല്ലോ. അവിടെ ഇല്ലേ, ഇങ്ങോട്ട് നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് കറക്റ്റ് ഈ ഒരു റവീന്റെ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഇതൊരു സെന്റർ ആക്കി വെച്ചിട്ട് ഇതിന് ചുറ്റിനും നമുക്കൊരു വലിയ ആർച്ച് 2 സൈഡിൽ ഉണ്ടാക്കി ഒരു സ്ഥലം ആ ഒരു സ്റ്റോറേജും മറ്റേ സൈഡിൽ നമുക്ക് ആ ഒരു ഫാർമിങ്ങിന്റെ സംഭവം സെറ്റ് ചെയ്ത് വെക്കാം. അത് കുറച്ചും കൂടി നന്നാവും എനിക്ക് തോന്നുന്നത്. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു 2 വലിയ ആർച്ച് ഉണ്ടാക്കി വെക്കണം. അത് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു വുഡ് വെച്ചിട്ട് ഉണ്ടാക്കാനായിരുന്നു. പക്ഷെ അതുണ്ടാക്കാൻ വേണ്ടിയുള്ള വുഡൊന്നും എൻ്റെ ഇപ്പോഴില്ല. ഇവിടെ ഈ ഒരു എൻട്രൻസ് എല്ലാം ഉണ്ടാക്കിയിട്ട് ആ ഒരു ട്രീ ഫാർം അവിടെ ഉണ്ടാക്കിയാൽ മാത്രമേ എനിക്ക് അതെല്ലാം സെറ്റ് ചെയ്യാനുള്ള വുഡെല്ലാം കിട്ടുള്ളൂ. അപ്പൊ അതിന് പകരം നമുക്ക് ഈ ഒരു കോബിൾ സ്റ്റോൺ വെച്ചിട്ട് ഒരു ടെമ്പററി എൻട്രൻസ് ഒന്ന് ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് പിന്നീട് നമുക്ക് ആ ഒരു വുഡ് കിട്ടുമ്പോൾ ആ ഒരു കോബിൾ സ്റ്റോൺ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഈ ഒരു വുഡ് ആക്കാം. ഏകദേശം ഒരു സർക്കിൾ പോലത്തെ എൻട്രൻസ് ആണ് ഞാൻ ചെയ്യാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. കാണാൻ ഒരുവിധം നല്ല ഭംഗിയെല്ലാം വേണം. അപ്പൊ ഞാൻ മേലോട്ട് പോയിട്ട് കുറച്ച് സ്റ്റെയർ കേസും കൂടി എടുത്തുകൊണ്ട് വരാം. അത് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഭംഗിക്കാൻ ചെയ്യണം. അത് നന്നാക്കാൻ നിൽക്കുന്ന ജോലിയെല്ലാം പിന്നീട്. അതെന്റെ വീട്ടിൽ ഇവിടെ വളരുന്നുണ്ട്. വെളിയിൽ മഴയും തുടങ്ങി. മീനുകുട്ടി, വീട്ടിൽ വളരുന്നത് നോക്കിയിരുന്നോ നീ? ഞാൻ താഴെ നിന്ന് പണിയെടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് കോബിൾ സ്റ്റോണിനെ ഈ ഒരു സ്റ്റെയർ കേസ് ആക്കിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് താഴെ പോയി ആ ഒരു ഡിസൈൻ റെഡിയാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് സെന്റർ ബ്ലോക്ക്. ഞാൻ ഈ ഒരു സ്ഥലം ഡിസൈൻ ചെയ്തിട്ട് നമുക്കതിന് ഇപ്പുറത്തോട്ടൊന്ന് മിറർ ചെയ്ത് വെക്കാം. അപ്പൊ ഞാൻ അതൊന്ന് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കാം. ഈ ചുറ്റിനുള്ള ബ്ലോക്ക് എല്ലാം ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ആക്കാം. നമുക്ക് ആദ്യം ഈ ഒരു ഹോളും കൂടെ അടച്ചേക്കാം. ഇനി ആ ഒരു എൻട്രൻസ് ഇവിടെ നിന്ന് ഒരു 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഒരു സ്റ്റെയർ കേസ് ഇവിടെ, അതുപോലെ 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഒരു സ്റ്റെയർ കേസ് ഇവിടെ. എന്നിട്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു 2-3 ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. ടോട്ടൽ 4 ബ്ലോക്ക്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അതിന്റെ ഏറ്റവും ടോപ്പില് ഒരു സ്റ്റെയർ കേസ് ഇവിടെ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും 2 കോബിൾ സ്റ്റോൺ ഇവിടെ, 2 കോബിൾ സ്റ്റോൺ അതിന്റെ ഇപ്പുറത്തെ സൈഡില്. പിന്നെ ഇത് നേരെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്താൽ മതി. ഇതിപ്പോ നല്ലൊരു എൻട്രൻസ് ആയില്ലേ? ഈ ടോപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് ആക്കാം. ഈ ഒരു 2 സൈഡ് മാത്രം. അത് ഞാൻ മേളിലോട്ട് കയറിയിട്ട് ഈ ഒരു ബ്ലോക്കും പൊട്ടിച്ച് മാറ്റി അതുപോലെ തന്നെ
ഇപ്പുറത്തെ സൈഡിലുള്ളതും പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെ സ്റ്റെയർ കേസ് അതുപോലെ ഇപ്പുറത്തെ സൈഡിലും. ഇനി താഴോട്ട് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇത് കുറെ കൂടി കൊള്ളാം. ഇതാ ഒരു വുഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആലോചിച്ച് നോക്കി നോക്ക്. വുഡ് ആ സ്റ്റെയർ കേസ് വെച്ചിട്ട് ഇതാണ് അപ്പൊ കറക്റ്റ് എൻട്രൻസ്. നല്ല വലിപ്പത്തിലൊരു എൻട്രൻസ്. ഇനി ഇതേ സെയിം എൻട്രൻസ് തന്നെ എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ ഒന്ന് കോപ്പി ചെയ്ത് വെക്കണം. അപ്പൊ അതാ ഇതിന്റെ നേരെ ഈ ഒരു ഇപ്പുറത്തെ സൈഡില് ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ, അതുപോലെ തന്നെ അതാ ഇപ്പുറത്തെ സൈഡിലും ഒന്നത് ഇവിടെ, 4 ബ്ലോക്ക് ഇവിടെ, അതുപോലെ ഇപ്പുറത്തെ സൈഡിലും സ്റ്റെയർ കേസ് 1 ഇവിടെ, സ്റ്റെയർ കേസ് 2 ഇവിടെ, 2 സോളിഡ് നടുക്ക് 3 ബ്ലോക്ക്, മേളിലോട്ട് കയറിയിട്ട് ഒരു സ്റ്റെയർ കേസ് ഇവിടെ, വേറൊരു സ്റ്റെയർ കേസ് ഇത് ഇവിടെ. ഓക്കെ, അപ്പൊ ദാ ഈ 2 എൻട്രൻസ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ബേസിന്റെ മെയിൻ എൻട്രൻസ്. ഇത് നമ്മുടെ ഫാർമിംഗ് കേവ് ആയിരിക്കും. ഇപ്പുറത്തെ സൈഡ് അപ്പോൾ നമുക്ക് സ്റ്റോറേജ് കേവ് എന്ന് വിളിക്കാം. അത് തന്നെ, ഇത് ഫാർമിംഗ് കേവ്, ഇത് സ്റ്റോറേജ് കേവ്. ഇനി ചെയ്യേണ്ടത് ഈ ഒരു കേവിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതിനകത്തുള്ള ബ്ലോക്ക് എല്ലാം പൊട്ടിച്ച് മാറ്റി ഈ ഒരു മെയിൻ കേവ് തന്നെ ഒരു 10-100 ബ്ലോക്ക് അങ്ങ് കൊണ്ടുപോകണം. അത് ഞാൻ ഇപ്പൊ ഈ ഒരു സ്റ്റോൺ ടൂൾസും വെച്ചിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വർഷങ്ങൾ കുറെ എടുക്കും. അതുകൊണ്ട് നമുക്ക് പിന്നീട് ആ ഒരു ഡയമണ്ട് എല്ലാം കിട്ടിയിട്ട് ഈ ഒരു ടണൽ നമുക്ക് ഒരുപാട് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പോഴത്തേക്ക് എന്തായാലും ആ ഒരു ട്രീ ഫാം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് നമുക്കൊന്ന് വെട്ടി മാറ്റാം. പിക്കാസുകളെല്ലാം ഒരുപാട് പൊട്ടും. ഇത് ഞാൻ മുഴുവനും കുഴിച്ച് തീരുമ്പോൾ തന്നെ ഞാൻ അതും കൂടി ഒന്ന് ചെയ്തിട്ട് അടുത്ത പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. എവിടെയാണ് ആ ഒരു ട്രീ ഫാം വരാൻ പോകുന്നതെന്ന്. ഞാൻ മേലോട്ട് പോയിട്ട് ഒരുപാട് പിക്കാസ് ഒന്ന് ഉണ്ടായിക്കൊണ്ട് വരാം. ഈ ഒരു സ്റ്റോൺ പിക്കാസിന് ഒട്ടും ഡ്യൂറബിലിറ്റി ഇല്ല. ബ്ലോക്ക് പൊട്ടിക്കുന്നതിന്റെ കാറ്റടിച്ചാൽ മതി, അതും അതിന്റെ കൂടെ അങ്ങ് പൊട്ടിക്കോളും. ഈ ഒരു ഗ്രാസ് ഏതുവരെ ആയി, ഇതൊരു അനക്കവും ഇല്ലല്ലേ. താഴോട്ട് 3 എക്സ്ട്രാ പിക്കാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും മിക്കവാറും പെട്ടെന്ന് തന്നെ തീരും. അതവിടെ ഈ ഒരു വീറ്റ് വളർന്നിട്ടുണ്ട്. അതും കൂടി ഞാൻ ഫാർം ചെയ്യാം. അങ്ങനെ എന്റെ ഫുഡിന്റെ കാര്യത്തിൽ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. എന്റെ കയ്യിലോട്ട് നോക്കി നോക്ക്, 3 എക്സ്ട്രാ ബൻ എന്റെ ഉണ്ട്. ഇനി ഞാൻ കുത്തിയിരുന്ന് ഇത് കംപ്ലീറ്റ് വെട്ടി മാറ്റണം. ഈ ഒരു പരിപാടി സമയം ഒരുപാട് എടുക്കും. എന്റെ നെതറൈറ്റ് പിക്കാസും ബീക്കണം ഞാൻ മിസ് ചെയ്യുന്നു. അയ്യോ, ഈ ഒരു കേവ് ഇടയ്ക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അതിനെല്ലാത്തിനും ഞാൻ പലഹാരം കണ്ടുപിടിക്കാം. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഒരുപാട് ബ്ലോക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഒരു കേവെല്ലാം അടയ്ക്കണം. അതും കൂടി അടച്ചൊന്ന് വൃത്തിയാക്കാം. ഞാൻ ഈ വഴി അടയ്ക്കുന്നില്ല. ഈ ഒരു വഴിക്കകത്തോട്ട് ഇറങ്ങിയാലേ എനിക്ക് ആ ഒരു സ്പോണറിലോട്ട് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് മാത്രം ഓപ്പൺ ആയിട്ട് കിടന്നോട്ടെ. ബാക്കിയുള്ളതെല്ലാം ക്ലോസ് ചെയ്തേക്കാം. ഇതും ക്ലോസ് ചെയ്ത് നമ്മുടെ ഈ ഒരു ഫാർമിംഗ് കേവ് എന്ന് കയറുന്നത് വേറൊരു കേവിലോട്ടാണ്. ഈ ഒരു കേവ് അങ്ങ് അടച്ചേക്കാം. അവിടെ നിന്ന് സോംബി എന്തെങ്കിലും സ്പോൺ ആയിട്ട് ഇങ്ങോട്ട് കയറി വരണ്ട. ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് അവിടെ എങ്ങനെ ഇരിക്കുന്നോ അതേപോലെ തന്നെ ഇങ്ങോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതെല്ലാം ടെമ്പററി ആണ്. പിന്നീട് നമുക്ക് നല്ല ബ്ലോക്ക് എല്ലാം കിട്ടുമ്പോൾ ഇതെല്ലാം ഞാൻ റീപ്ലേസ് ചെയ്യും. ഇത് ഇപ്പോഴത്തേക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ തന്നെ നോക്കി നോക്ക് എന്ത് വൃത്തിയായി ഏരിയ മുഴുവനും. ഇനി ഞാൻ ഇതുവരെ ഞാനൊന്ന് കുഴിച്ച് വെക്കാം. ഈ ഒരു ഇടയ്ക്കുള്ള ബ്ലോക്ക് എല്ലാം ഒന്ന് മാറ്റാം. ഓക്കെ, അതും ഞാൻ കുഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു കേവ് ഇങ്ങനെ ആയിട്ടുണ്ട്. പെട്ടെന്ന് നല്ല ബ്ലോക്ക് എല്ലാം കിട്ടിയത് ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തേനെ. അത് ഞാൻ വെയിറ്റ് ചെയ്യാം. പതിയെ എനിക്ക് കിട്ടേണ്ട ബ്ലോക്ക് എല്ലാം കിട്ടിക്കോളും. ഓക്കെ, ഇനി ആ ഒരു ട്രീ ഫാം ഞാൻ ഇതിനകത്ത് എങ്ങനെ ഉണ്ടാക്കും? അപ്പൊ ഈ ഒരു കേവിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ചെന്ന് കയറേണ്ടത് ആ ഒരു ട്രീ ഫാമിലോട്ട് ആവാൻ പാടില്ല. ഇതൊരു മെയിൻ ഹൈവേ പോലെയാണ്. ഇതിന്റെ 2 സൈഡിലും ആയിരിക്കും നമ്മുടെ ഓരോരോ ഫാം വരാൻ പോകുന്നത്. ഈ ഒരു ഒറ്റ കേവ് ആയിരിക്കും ആ ഒരു ഫാം എല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതാണ് ഇതിന് ഫാർമിംഗ് കേവ് എന്നുള്ള പേരും. അപ്പൊ നമുക്ക് കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്ന് വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ആ ഒരു ട്രീ ഫാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങോട്ടുള്ള കുറച്ച് ബ്ലോക്കെല്ലാം എടുത്ത് മാറ്റി ഒരു വലിയൊരു ഹാള് പോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമുക്ക് ഒരുപാട് ട്രീ നട്ട് വെക്കാം. ഒരുപാട് ട്രീ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് അങ്ങ് വെക്കാൻ പറ്റത്തില്ല. കാര്യം അത്രയും കുഴിക്കണമെന്നതിൽ ടൂൾസ് ഒന്നും ഇല്ല. ഇത് നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി മാത്രം ഒരു നോർമൽ ഒരു ട്രീ ഫാം. പിന്നീട് നമുക്ക് ആ ഒരു റെസ്റ്റോറന്റ് സംഭവം ഒരുപാട് ബോൺമീൽ എല്ലാം കിട്ടിയിട്ട് ഒരു ഓട്ടോമാറ്റിക് ഫാം നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അതായത് ഒരുപാട് ബോൺമീൽ കൊണ്ട് കൊടുത്തിട്ട് ഒരു സ്വിച്ച് അമർത്തുമ്പോൾ അതിങ്ങനെ തള്ളി നീക്കി തരുമല്ലോ. പിന്നീട് ഞാൻ ഓടി ചെന്നിട്ട് അതെല്ലാം എന്റെ ടൂൾ വെച്ച് പൊട്ടിച്ചെടുത്താൽ മാത്രം മതി. അങ്ങനത്തെ ടൈപ്പ്. അല്ലാതെ മറ്റേ TNT ഡൂപ്പിങ്ങിന്റെ പരിപാടി ഒന്നും ഇവിടെ ചെയ്യത്തില്ല. ഇത് ബെട്രോ ആണ്. ഇതിനകത്ത് TNT ഡൂപ്പിംഗ് എല്ലാം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഞാൻ പ്യൂർ വാനിലാണ് കളിക്കുന്നത്. ഒരു മോഡോ റീസോഴ്സ് ബാക്കോ ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കുഴിക്കാൻ തുടങ്ങാം. ഇതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ഇനി വലുതാക്കി ചെയ്യണം. ഒരു മരം വളരാൻ വേണ്ടി എത്ര സ്പേസ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഇവിടെ തന്നെ അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത് ആ വളരുന്ന മരം എല്ലാം ചെറിയ മരമായിരിക്കണം. നമുക്ക് ഗെയിമിനകത്ത് 1-2 ടൈപ്പ് മരമുണ്ട്. അതിൽ ആ ഒരു ചെറിയ ടൈപ്പ് മരം മതി. വലിയ ടൈപ്പ് മരം വളർന്നു കഴിഞ്ഞാൽ അത് പൊട്ടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതിൽ നിന്ന് ഒരുപാട് ട്രീ കിട്ടിയാണ്. പക്ഷേ അത് ഇത്തിരി പണി പെട്ടോണം പൊട്ടിക്കാൻ. അതിന്റെ മേലോട്ടെല്ലാം ഞാൻ ചെന്ന് കയറിയിട്ട് വേണം പൊട്ടിച്ച് മാറ്റാൻ. നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ട്രീ നമുക്ക് നടേണ്ടത് ഇവിടെ വെച്ചാലോ. ഈ ഒരു ബ്ലോക്കിന്റെ മേളിൽ അതിന്റെ ആ ഒരു ഇലയ്ക്ക് 2 ബ്ലോക്ക് ഗ്യാപ്പ് ഉണ്ട്. എന്നിട്ട് ഈ ഒരു വരി ഞാൻ വിട്ടിരിക്കാം ആ ഒരു മതിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് അങ്ങോട്ട് ഒരു 5 പിന്നെ അതിന്റെ അപ്പുറത്തായിട്ട് വേറെ 5 ഇങ്ങനെ നീളത്തിന് വെക്കാം. അതിനെ അങ്ങനെ നീളത്തിൽ വെച്ചാലേ ഇവിടെ ഞാനത് കംപ്ലീറ്റ് വെച്ചതിന് ശേഷം പിന്നീട് എനിക്ക് ഈ ഒരു മതിൽ വെക്കേണ്ട. അതിന് പകരം ഗ്ലാസ് വെച്ചാൽ മതി. എന്നാൽ ഞാൻ ഓരോ പ്രാവശ്യം ഈ ഒരു ടണലിനകത്തോട്ട് കയറുമ്പോൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് നോക്കിയാൽ മതി ആ ഒരു മരം വളർന്നോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാൻ ഇനി കുത്തി ഇരുന്നിട്ട് ഈ ഒരു ബ്ലോക്ക് എല്ലാം പൊട്ടിച്ച് മാറ്റിട്ട് ഇത് ഈ ഒരു ടണൽ പോലെയല്ല, നല്ല വലുതായിരിക്കും. കാര്യം അത്രയ്ക്ക് ബ്ലോക്ക് എനിക്ക് ഇവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റാനുണ്ട്. ഈ ഒരു 10 മരം നിൽക്കാൻ വേണ്ടിയിട്ട്. പിക്കാസുകൾ ഒരുപാട് പൊട്ടി. പക്ഷേ ഫൈനലി ഞാൻ ഇവിടെ വലിയൊരു കുഴി വെട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേണം എനിക്ക് ആ ഒരു ട്രീ ഫാം നടത്താൻ. ഞാൻ ഈ ഒരു കുഴിയും വെട്ടിയിട്ട് അതിന്റെ കൂടെ ആ ഒരു സാപ്ലിംഗ് നടാൻ വേണ്ടിയിട്ട് ഓരോ ഡർട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ടോട്ടൽ എനിക്ക് 10 മരം വളർത്താൻ പറ്റും. 10 മരം എനിക്ക് ഫാർം ചെയ്യാൻ പറ്റും. എന്റെ പേര് സുധി. അപ്പൊ ഇനി എനിക്ക് ഇവിടെ ചെയ്യേണ്ടത് ഈ ഒരു കേവിന്റെ എൻട്രൻസ് ഉണ്ടല്ലോ, ഇതും കൂടി എനിക്കൊന്ന് ക്ലോസ് ചെയ്താൽ മാത്രം മതി. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രീ ഫാം മൊത്തത്തിലൊന്ന് സേഫ് ആവും. വേറെ സോംബീസും ക്രീപ്പറൊന്നും അതിനകത്തൊന്നും വെള്ളിട്ട് ഇറങ്ങി വരില്ല. മരം നട്ട് വെച്ചിട്ട് എനിക്ക് ഇവിടെ എത്ര നേരം വേണമെങ്കിലും ഏഫ്ക്കെ നിൽക്കാൻ പറ്റും. ഇവിടെ ഭയങ്കര വവ്വാലിന് ശല്യം
അല്ലോ ഞാനിപ്പോ ബാറ്റ്മാനെ പോലെയായി. ഇതും കൂടി ഇങ്ങനെ അടച്ചു വെക്കുമ്പോ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇതാണ്ട വലിയൊരു ഹാള് ഞാൻ ഇതോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ടണൽ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു മെയിൻ ടണൽ, ഇത് ഞാൻ അങ്ങോട്ട് മൈൻഡ് ചെയ്ത് കൊണ്ടുപോയില്ല. ഇനി എന്താ ഇവിടെ നിന്ന് ഒരുപാട് ബ്ലോക്ക് കൂടെ മാറ്റാനുണ്ട്. അത് ഞാൻ വിചാരിച്ച ആ ഒരു മരം എല്ലാം കൊണ്ട് നട്ടിട്ട് പിന്നീട് ഇരുന്ന് മൈൻഡ് ചെയ്യാന്ന്. ആ ഒരു സമയം കൊണ്ട് ഏതെങ്കിലും ഒരു മരം ഒന്ന് വളർന്നാലോ. അപ്പൊ നമുക്ക് ഇനി മേലോട്ട് പോയിട്ട് എന്റെ സാപ്ലിംഗ് എടുത്തോണ്ട് വന്ന് അതെല്ലാം ഇവിടെ നട്ടു വെക്കാം. ആ മേലോട്ട് പോകുന്നതിനെ പറ്റി പറയുമ്പോൾ ഞാൻ കൊണ്ടുവന്ന പിക്കാസ് എല്ലാം പൊട്ടിപ്പോ ഞാൻ ഇത്ര മൈൻഡ് ചെയ്തപ്പോ തന്നെ ഞാൻ പിന്നെ ഒരുപാട് പിക്കാസ് ഉണ്ടാക്കാൻ മേലോട്ട് പോയി. ഓ എവിടെ നിന്നിട്ടോ എന്തായാലും താഴെ ഇറങ്ങി വാടാ. പിന്നെ ഈ ഒരു ഗ്രാസ് കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് ദൂരം താഴോട്ട് പോകാനുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്കിപ്പ് ആയി. അത് നോക്ക്, അത് ഇവിടം വരെ വന്നിട്ട് അത് നേരെ ഇവിടെ സ്പ്രെഡായി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇപ്പൊ ഞാൻ വച്ച ഈ ഒരു പാത്തൊന്നും എടുക്കുന്നില്ല. അത് കുഴപ്പമില്ല. ഏത് വഴിയായാലും താഴോട്ടം എത്തിയാൽ മതി. ഈ വീട്ടിൽ പിന്നെ വളർന്നു. ഇത് ഞാൻ മുഴുവൻ നട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം ഈ ഒരു ഫാം ലാൻഡ് കംപ്ലീറ്റ് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ഫുഡിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എപ്പോഴും എന്റെ കയ്യിൽ ഫുഡ് ഉണ്ടാവും. ഇനി ഞാൻ ഈ ഒരു സാപ്ലിംഗ് കൊണ്ടുപോയിട്ട് താഴെ നട്ട് വെക്കാം. അതിന്റെ കൂടെ തന്നെ കുറച്ച് ബോൺ മീലും എടുത്തോണ്ട് പോവാം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. മീനുകൂട്ടി ഞാനിതാ വരുന്നത്. ഈ ഒരു ഗ്രാസ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വെച്ചിട്ട് ഇതെല്ലാം നേരെ താഴോട്ട് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് വരെ 3 ദിവസം എടുത്തേനെ. അതിന് പതിയെ എങ്ങത്തേ ഉള്ളൂ. ഓക്കെ, ഇതാ ഒന്നിവിടെ 2 3 4 5 6 7 8 9 10. ഓക്കെ, അങ്ങനെ ഒരു 10 മരത്തിനെ ഫാർം ചെയ്യേണ്ട ഒരു ട്രീ ഫാർം ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഏതാണ്ട് ഒരു സ്കൈ ബ്ലോക്ക് പോലെയായി, പക്ഷെ ഗുഹയ്ക്കകത്താണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു മരത്തിനൊന്ന് ബോൺമേൽ ചെയ്ത് നോക്കാം. ഇതിവിടെ കംപ്ലീറ്റ് നിൽക്കുമോ എന്തോ. കറക്റ്റ് നിന്ന് കണ്ട, കറക്റ്റ് ഹൈറ്റ്, കറക്റ്റ് വീതിയും. ഇനി ഈ ഒരു മരം വളർന്നാലും അതിന്റെ ലീവ്സ് അവിടെ കറക്റ്റായിട്ട് തട്ടി നിന്നോളും, ഒരു കുഴപ്പമില്ല. ഞാൻ പിന്നെയും പറയുന്നു, ആ താഴെ ഉണ്ടായിരുന്ന ഒരു സ്പൈഡർ സ്പോണർ ഒരു സ്കെലിറ്റൻ സ്പോണർ ആയിരുന്നെങ്കിൽ ഇവിടത്തെ കഥയെല്ലാം മൊത്തത്തിലൊന്ന് മാറിയേനെ. ഞാൻ ഇവിടെ വരും, ഒരുപാട് സ്കെലിറ്റനെ കൊന്ന് ഒരുപാട് ബോൺമീൽ ഒപ്പിക്കും. ഈ ഒരു സ്ഥലം ഞാൻ ഡ്രീം ഫാർം ചെയ്യും. പിന്നീട് ആ ഒരു വീറ്റും ക്യാരറ്റും എല്ലാം അങ്ങനെ ഞാൻ ഫാർം ചെയ്യും. നല്ല കൺവീനിയന്റ് ആയിരുന്നു അത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരുപാട് ആക്രാന്തം പാടില്ല. നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു SP ഫാർം കിട്ടിയില്ലേ, അതുകൊണ്ട് ആ ഒരു സ്പൈഡർ സ്പോണറായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ബോൺ മീൽ യൂസ് ചെയ്യുന്നില്ല. ഇനി ബാക്കിയുള്ള മരം എല്ലാം തനിയിരുന്ന് വളർന്നോട്ടെ. ഈ ഒരു ബോൺ മീൽ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണം. ഒരു സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ, വീഡിയോയുടെ തമ്മിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഈ കിട്ടിയ മരം ഒന്ന് വെട്ടിയെടുത്തിട്ട് പുതിയ സാപ്ലിംഗ് ഇവിടെ നട്ട് വെച്ചിരിക്കാം. അതും ഇനി പതിയെ അവിടെ നിന്ന് വളരട്ടെ. അങ്ങനെ നമ്മുടെ ഞാൻ പറഞ്ഞിട്ട് തിരിഞ്ഞില്ല, പുതിയ മരം വന്നിട്ടുണ്ട്. ഈ ഒരു ട്രീ ഫാർം വർക്ക് ആവുന്നുണ്ട്. മേലുള്ള ടോക്സിക്കിനെല്ലാം പോവാൻ പറ. ഈ ഒരു ഗുഹയ്ക്കകത്തിരുന്ന് തന്നെ ഇവിടെ ഞാനൊരു സാമ്രാജ്യം കെട്ടി ഉയർത്തും. നീ ഇവിടെ പറഞ്ഞു തീർന്നില്ല, പുതിയൊരു സാപ്ലിംഗ് കിട്ടിയപ്പോൾ. ഇത് ഞാൻ ഈ ഒരു മരം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ തന്നെ കുറച്ചു നേരം നിൽക്കണം. ഒന്നെങ്കിൽ ഞാൻ ഇവിടെ കുറച്ചു നേരം നിൽക്കണം, അല്ലെങ്കിൽ ഈ ഒരു ലീവ്സ് എല്ലാം ഞാൻ തന്നെ പൊട്ടിച്ച് മാറ്റണം. എന്നാലേ കുറച്ചുകൂടെ സാപ്ലിംഗിന് കിട്ടുള്ളൂ ഇതിനെ തിരിച്ചു നട്ട് വയ്ക്കാൻ. അതിന്റെ കൂടെ എനിക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റിക്കും കിട്ടും, ആ ഒരു ടൂളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കുന്നത് വരെ ഒരുപാട് സ്റ്റോൺ പിക്കാസ് ഞാൻ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഒരുപാട് സാപ്ലിംഗ് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇരുന്ന് പതിയെ അങ്ങ് വളർന്നോട്ട്. നമുക്ക് ഇതിനെ ആ ഒരു ബ്യൂട്ടിഫിക്കേഷൻ എല്ലാം പിന്നീട് ചെയ്യാം. ഇനി ഒരുപാട് വുഡെല്ലാം ഒപ്പിച്ചിട്ട് ഈ ഒരു എൻട്രൻസ് എല്ലാം ഒന്ന് ഭംഗിയാക്കണം. പിന്നെ ഒരുപാട് വുഡ് ഒപ്പിച്ചിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് എല്ലാം സെറ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യം ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മേലോട്ട് കയറാം. ഇവൻ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. താഴെ ഇറങ്ങി വാടാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവന്റെ കാല് വാരാം. അവൻ നിൽക്കുന്ന ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ച് മാറ്റി മതിയല്ലോ. താഴെ വേണം. എന്നെ കിട്ടിയിട ഓറ. എന്നിട്ടാണെങ്കിൽ ഒരു ബോണല്ലോ അവൻ തന്നതുമില്ല. അത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവനെ കൊന്നിട്ട്. ഈ ഗെയിമിന് എന്നെ ഇഷ്ടമില്ല. പതിയെ ഈ ഒരു ഗ്രാസും താഴോട്ട് പോകുന്നുണ്ട്. ഈ ഒരു സ്പീഡാണെങ്കിൽ മിക്കവാറും ഞാൻ സിൽട്ട ചൊപ്പിക്കുമ്പോൾ തന്നെ ഇത് ചിലപ്പോൾ 3 ബ്ലോക്കും കൂടി താഴോട്ട് പോകുമായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. പതിയെ അത് പൊക്കിയോട്ട്. ഇന്ന് ഞാൻ ഒരുപാട് നേരം AFK നിന്നുകൊണ്ട് ഒരുപാട് ഫുഡ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. ഫൈനലി ഈ ഒരു ഫാർം എനിക്കൊന്ന് ഫില്ല് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിനെ ഒന്ന് വലുതാക്കാൻ പറ്റുമോ നോക്കാം. ഇതിനെ ഇവിടെ വെച്ചിട്ട് തന്നെ വലുതാക്കണോ, അതോ നമുക്ക് താഴെ പോയിട്ട് ആ ഒരു ഫാർമിംഗ് കേവിനകത്ത് ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ടാക്കണം. ഇപ്പൊ ആ ഒരു ട്രീക്ക് നമ്മൾ ഉണ്ടാക്കിയതുപോലെ തന്നെ അത് നമുക്ക് പിന്നീട് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ഞാൻ ഇപ്പൊ എന്തായാലും എന്റെ ഒരു ബൂത്തിനകത്തോട്ട് കയറിയിട്ട് ഈ 2 ബ്ലോക്കും അടച്ചു വെച്ച് പുതിയ ഗെയിം ഹെൽ ബ്ലേഡ് 2 കളിക്കാൻ പോകുന്നു. നമുക്കിനി ഒരു ദിവസം കഴിഞ്ഞ് കാണാം.